ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ 37ാമത്തെ ദിവസം അദ്ദേഹം ഭഗവാനെ പാടിക്കേൾപ്പിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണകഥ. ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ട് പട്ടരിപ്പാടിന് കൃഷ്ണനോട്. വല്ലാത്തൊരാനന്ദം പട്ടരിപ്പാട് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ദശകം വായിക്കുമ്പോൾ മനസ്സിലാവും. ആദ്യമായി ഗുരുവായൂരപ്പനെ കണ്ട സമയത്ത് അദ്ദേഹം എങ്ങനെയുള്ള ആനന്ദം അനുഭവിച്ചു, അതേപോലുള്ള ആനന്ദം ആദ്യം ഗുരുവായൂരപ്പനെ കണ്ടപ്പം അദ്ദേഹം പറഞ്ഞതെന്താ? സാന്ദ്രാനന്ദാവബോധാത്മകം. ഇപ്പോഴും ഇതാ ഗുരുവായൂരപ്പൻ്റെ കഥ, കൃഷ്ണകഥ പറയാൻ പുറപ്പെടുമ്പം സാന്ദ്രാനന്ദ തനോഹരേ എന്നാണ് ആരംഭിക്കുന്നത്. സാന്ദ്രാനന്ദ എന്നാരംഭിക്കുകയാണ്. ഭാഗവതത്തിൻ്റെ ഒരു ശൈലി നാരായണത്തിലും കാണാം. ഭാഗവതം ആരംഭിക്കുന്നത് സത്യം പരം ധീമഹി എന്നാണ്, അവസാനിക്കുന്നതും സത്യം പരം ധീമഹി എന്നാണ്. നരക്ക് കൃഷ്ണനെ പറ്റി പറയുമ്പം കൃഷ്ണൻ്റെ കഥ ആരംഭിക്കുന്ന സമയത്ത് സത്യം കൊണ്ട് മാത്രമൊരു ശ്ലോകമുണ്ട്. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ നാരായണീയത്തിലും മേൽപ്പത്തൂർ അതേ സമ്പ്രദായമാണ്. സാന്ദ്രാനന്ദാവബോധാത്മകം എന്നാരംഭിച്ച് ഇപ്പോൾ ദാ കൃഷ്ണകഥ പറയുന്ന സമയത്ത് സാന്ദ്രാനന്ദതനോ എന്ന് പറയുന്നു. ഇനി അടുത്ത ദശകത്തിലും ആനന്ദരൂപ ഭഗവൻ നയിതേ അവതാരേ, അപ്പോഴും ആനന്ദത്തെ വിട്ടിട്ടില്ല. ഇനി അവസാനം നാരായണീയം ദശകം സമർപ്പിക്കുമ്പോഴും അവിടെയും കാണാം. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപതേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. പരമാനന്ദസന്തോഹലക്ഷ്മീം എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. തുടങ്ങുമ്പോഴും ആനന്ദം, അവസാനിക്കുമ്പോഴും ആനന്ദം. ഇവിടെ കൃഷ്ണകഥ പറയുമ്പോഴും ആനന്ദത്തെ വിടുന്നില്ല. എപ്പോഴും ആനന്ദിച്ചും കൊണ്ടുള്ളൊരു അവതാരം, അതാണ് ഈ ഒരു കൃഷ്ണാവതാരം. അതാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ആ ഭക്തോത്തമൻ ഭഗവാനെ പാടി കേൾപ്പിക്കുന്നത്. കൃഷ്ണകഥ തുടങ്ങുമ്പം അല്ലെങ്കിൽ കൃഷ്ണകഥകളൊക്കെ വർണ്ണിക്കുന്ന സമയത്ത് മേൽപ്പത്തൂരിന് ഒരു ആവേശം നമുക്ക് കാണാൻ സാധിക്കും. ദശമസ്കന്ധത്തിലുള്ളതുപോലെ തന്നെ നമുക്ക് നോക്കാം. സാന്ദ്രാനന്ദതനോഹരേ നനു പുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്ത അപി കർമ്മശേഷവശതോ യേതേ നയാതാഗതിം തേഷാം ഭൂതലജന്മനാം ദിതിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമി പ്രാപ വിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതൈ. മേൽപ്പത്തൊരു ഗുരുവായൂരപ്പനെ വിളിക്കുകയാണ് സാന്ദ്രാനന്ദതനോ. ആനന്ദം തന്നെ രൂപം ധരിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാവും? അല്ലയോ പരമാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പ, നനു പുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്ത അപി കർമ്മശേഷവശതഃ യേതേ നയാതാഗതിം. ആ പാലാഴി മഥനം കഴിഞ്ഞ് ഉണ്ടായ ആ യുദ്ധം, അതിൽ മരിച്ചു കുറേ അസുരന്മാർ. പക്ഷേ കുറച്ച് പേർക്കൊന്നും മുക്തി കിട്ടിയില്ല. കർമ്മവാസന ബാക്കിയുള്ള ആ അസുരന്മാർ അവരിതാ ഇപ്പം ഭൂമിയിൽ രാജാക്കന്മാരായിട്ട് പറന്നു. ഭൂമിക്ക് ഭാരം സഹിക്കുക വയ്യാതെയായി. ഇതാണ് ഭൂതല ജന്മനാം ദിതിഭുവാം ഭാരേണ ദൂരാർദിതാ ഭൂമി. ആ ഭൂമിയുടെ ഭാരം സഹിക്കുക വയ്യാതെ ആ ഭൂമി ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ച് വിരിഞ്ചം ആശ്രിതപദം ദേവൈ പുരൈവാഗതൈ. പുരാ ഏവ ആഗതൈ ദേവൈ ആശ്രിതപദം വിരിഞ്ചം പ്രാപ. ആ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. വിരിഞ്ചി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. വിരിഞ്ചനെ അല്ലെങ്കിൽ വിരിഞ്ചിയെ അല്ലെങ്കിൽ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ഹാ ഹാ ദുർജന ഭൂരിഭാരമഥിതാം. ആ ബ്രഹ്മാവിനോട് ഭൂമി പറയാണ് കഷ്ടം, അതായത് ആ ഭൂമിയുടെ വിഷമം പറയാണ്. പാഥോ നിധൗ പാത് കാമേതാം പാലയ ഹന്ത മേ വിവശതാം സംവൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുരപ്രലാപ വിവശാമാലോക്യ ധാതാ മഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദധ്യൗ ഭവന്തം ഹരേ. ആ ബ്രഹ്മാവിനോട് ഭൂമി തൻ്റെ കഷ്ടപ്പാട് അറിയിച്ചു. ഭൂമിയെ രക്ഷിക്കണം എന്നുള്ള ആ ഒരു കാര്യം അറിയിച്ചു. ബ്രഹ്മാവ് ദധ്യൗ എന്നാണ് ധ്യാനിച്ചു. ആരെ ധ്യാനിച്ചു? അങ്ങയെ ആ ബ്രഹ്മാവ് ധ്യാനിച്ചു. എന്നിട്ട് ദേവന്മാരോട് പറഞ്ഞു. ഊചേ ചാംബുജഭൂരമൂനൈസുര
സത്യം ധരിത്ര്യാവചോ നന്വസ്യാ ഭവതാം ച രക്ഷണവിധൗ ദക്ഷോ ഹി ലക്ഷ്മീപതി. ദക്ഷ ഹി ലക്ഷ്മീപതി. ഈ ഒരു കാര്യത്തിൽ സമർത്ഥൻ ആരാണ്? അത് വിഷ്ണു ഭഗവാനാണ്. ഗുരുവായൂരപ്പനാണ് ലക്ഷ്മീപതിയായിട്ടുള്ള ആ വിഷ്ണു ഭഗവാനാണ് ഈ ഒരു കാര്യത്തിൽ സമർത്ഥൻ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പുറപ്പെടാം എന്നാര് പറഞ്ഞു? അംബുജഭൂ എന്നാണ്. ആരാ അംബുജഭൂ? ബ്രഹ്മാവ്. അംബുജത്തിൽ നിന്നുണ്ടായവൻ. അതാണ് അംബുജഭൂഹു അമൂൻ എന്നാണ്. ഊജേ ച അംബുജഭൂരമൂനൈ സുരാഹ സത്യം ധരിത്രിയാവചോ. അല്ലയോ ദേവന്മാരെ, ഭൂമി പറഞ്ഞത് കേട്ടില്ലേ? ഇതിന് പരിഹാരം കാണാൻ സമർത്ഥനായിട്ടുള്ള ആൾ ആ ഗുരുവായൂരപ്പനാണ്. നമുക്ക് അങ്ങോട്ട് പുറപ്പെടാം. നന്വസ്യാ ഭവതാം ച രക്ഷണവിധൗ ദക്ഷോ ഹി ലക്ഷ്മീപതി. സർവേ ശർവപുരസ്സരാ വയമിതോ ഗത്വാ പയോവാരിധിം. അങ്ങനെ ദേവന്മാരും ബ്രഹ്മാവും ശർവപുരസ്സരാ ആണ്. ശർവൻ പരമശിവൻ. പരമശിവനെ മുൻനിർത്തിക്കൊണ്ട് എങ്ങോട്ട് പുറപ്പെട്ടു? പയോവാരിധിം, പാലാഴിയിലേക്ക് പുറപ്പെട്ടു. നത്വാതം സ്തുമഹേ ജവാദിതിയു സാകം തവാകേതനം. പെട്ടെന്ന് പോയി ആ വിഷ്ണു ഭഗവാനെ ആശ്രയിക്കാം എന്ന് ബ്രഹ്മാവ് അങ്ങനെ പാലാഴിയിലേക്ക് പുറപ്പെട്ടു. ആ പാലാഴി എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താ അവിടുത്തെ ആ ഒരു സൗന്ദര്യം, ആ പാലാഴിയിലെത്തിയാലുള്ള ആ ആനന്ദം ആണ്. പാലാഴിയിലെത്തി എന്തൊരാനന്ദം! വന്നവർക്കൊക്കെ ആനന്ദം. ഇളം കുളിർക്കാറ്റ്, ആ പാലാഴിക്കരയിൽ അങ്ങനെ ഇരിക്കാൻ തോന്നും. തേ മുഗ്ധാനിലശാലി ദുഗ്ധജലധേ തീരം ഗതാ സംഗതാ യാവത് ത്വത്പദചിന്തനൈക മനസസ്താവത് സപാഥോജഭൂ. അങ്ങേ തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മാവത എവിടെത്തി? ആ പാലാഴിയിലെത്തി. ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാൻ ആനന്ദയന്നൂജിവാൻ ആഖ്യാത പരമാത്മനാ സ്വയമഹം വാക്യം തദാകർണ്യതാം. പാലാഴിയിലെത്തി ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. ഭഗവാനെ തന്നെ സദാ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മാവ് ആ വിഷ്ണു ഭഗവാന്റെ വാക്യം ത്വദ്വാചം ഹൃദയേ നിശമ്യ, തൻ്റെ ഹൃദയത്തിൽ കേട്ടു എന്നാണ്, തൻ്റെ ഉള്ളിൽ കേട്ടു. ഭഗവാന്റെ ഇച്ഛ ആണ്. ഭഗവാനും ബ്രഹ്മാവും തമ്മിലുള്ള ബന്ധം എപ്പോഴും ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ബ്രഹ്മാവ്. എവിടുന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത്? ഭഗവാന്റെ ഉള്ളിൽ നിന്നാണ്. ഭഗവാന്റെ ഉള്ളിൽ നിന്ന് താമരപ്പൂ ഉണ്ടായി. ആ താമരപ്പൂവിൽ നിന്നുണ്ടായ ആളാണ് ബ്രഹ്മാവ്. അപ്പം ഭഗവാന്റെ ഉള്ളിൽ നിന്നുണ്ടായവൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഉള്ളിൽ നല്ലവണ്ണം അറിയുന്നവൻ, ഭഗവാന്റെ അന്തർഗതം മനസ്സിലാക്കാൻ ശേഷിയുള്ളവൻ എന്നർത്ഥം. അപ്പം അത് ഹൃദയത്തിൽ ഭഗവാന്റെ ആ ഇച്ഛ, താല്പര്യം മനസ്സിലാക്കി ഹൃദയത്തിൽ കേട്ടു. അത് ദേവന്മാരോട് പറയാണ്. ജാനേ ദീനദശാമഹം ദിവിഷദാം ഭൂമേശ്ച ഭീമൈർനൃപൈ തത്ക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മനാ ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ ദേവാംഗനാശ്ചാവനൗ മത്സേവാർത്ഥമിതി തുദീയവചനം പാഥോജഭൂരുചിവാൻ. ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞു. ഭഗവാൻ ബ്രഹ്മാവിനോട് പറഞ്ഞ കാര്യം ബ്രഹ്മാവ് ദേവന്മാരോട് പറയുകയാണ്. എന്താ പറഞ്ഞത്? ജാനേ ദീനദശാമഹം ദിവിഷദാം ഭൂമേഹേ പാഥോജഭൂഹു. എന്താ പറയണത്? ഇതി ബ്രഹ്മാവ് ഇപ്രകാരമുള്ള ആ ഭഗവാന്റെ വാക്യത്തെ എല്ലാവരും കേൾക്കെ ദേവന്മാരും ഭൂമിദേവിയൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് പറയുകയാണ്. ദേവന്മാർക്ക് അനുഭവിക്കുന്ന ഈ പ്രയാസവും ഭൂമിദേവി വേദനിക്കുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ആര് പറയാണ്? ഭഗവാൻ വിഷ്ണു ഭഗവാൻ പറയാണ്. ഞാൻ അധികം വൈകാതെ ആ ദുഷ്ടന്മാരെ മുഴുവൻ ഇല്ലാതെയാക്കാനായിട്ട് യാദവ വംശത്തിൽ അവതരിക്കുന്നുണ്ട്. എങ്ങനെ? സമഗ്രാത്മനാ ആണ്. പൂർണ്ണമായിട്ട്, പൂർണ്ണാവതാരം, ഭഗവാന്റെ പരിപൂർണാവതാരം. ഇതുവരെയും പല അവതാരങ്ങളിലാക്കി ബാക്കി വെച്ചതൊക്കെ പൂർത്തിയാക്കാനായിട്ടുള്ള അവതാരം. നിങ്ങൾക്കും വേണമെങ്കിൽ എന്നെ സേവിക്കാം ഈ അവതാരത്തിൽ. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. സഹായിക്കണം എന്നല്ല, ഭഗവാൻ ആരുടെയും സഹായമൊന്നും ആവശ്യമില്ല. ഭഗവാൻ ആരെയും ആശ്രയിക്കുന്നില്ല, എല്ലാവരും ഭഗവാനെ ആശ്രയിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈങ്കര്യം ചെയ്യാം, അതിനുള്ളൊരവസരമുണ്ട്. അതുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് പറയേണ്ടതില്ല. ബ്രഹ്മാവെ, ദേവന്മാരെ, ഭൂമിദേവി ഒന്നും വിഷമങ്ങളൊന്നും പറയണമെന്നില്ല. എല്ലാം ഭഗവാൻ അറിയാം. കാരുണ്യമൂർത്തിയാണ്, സർവജ്ഞനാണ് ആ ഗുരുവായൂരപ്പൻ, ആ ഭഗവാൻ. അതുകൊണ്ട് അവരോട് ഇങ്ങോട്ട് ഓരോന്ന് പറഞ്ഞ് ഓരോന്ന് കേൾക്കാൻ നിന്നിട്ടില്ല. കൃത്യമായിട്ട് അവരോട് പറഞ്ഞു, ഈ അവതാരം ഭംഗിയാക്കാൻ വേണ്ടി നിങ്ങളൊക്കെ വൃഷ്ണികുലത്തിൽ അവതരിക്കുക. അങ്ങനെ എനിക്ക് കൈങ്കര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ഒരു അവസരം ഈ അവതാരത്തിലുണ്ട്.
ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് ഞാൻ അവതരിക്കും എന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞത് ബ്രഹ്മാവ് ദേവന്മാരോട് പറയണം. ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിതസ്വാന്തേഷ്വീശ ഗതേഷു താവക കൃപാപീയൂഷതൃപ്താത്മസു വിഖ്യാതേ മഥുരാപുരേ കില ഭവത്സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹദ്രാജ സ ശൂരാത്മജ ശ്രുത്വാ കർണരസായനം. അത് കേട്ടതും ഭൂമിദേവിക്കുണ്ടായ ആ സന്തോഷം, രോമാഞ്ചം ഉണ്ടായി. ഇനി ഭഗവാൻ സഞ്ചരിക്കുക ഈ ഭൂമിയിലല്ലേ, ഇനി ആ ഉണ്ണികൃഷ്ണൻ്റെ കളിയൊക്കെ എവിടെയാണ്? ഈ ഭൂമിയിലല്ലേ, ഇതിലൂടെയല്ലേ ഭഗവാൻ സഞ്ചരിക്കുക. ആ ഭൂമിദേവിക്ക് രോമാഞ്ചം, ഭഗവാന്റെ പാദസ്പർശമേൽക്കാൻ സാധിക്കല്ലോ എന്നുള്ള ആ ഒരു വിചാരം. ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിതസ്വാന്തേഷ്വീശ ഗതേഷു താവക കൃപാപീയൂഷതൃപ്താത്മസു. സജ്ജനങ്ങൾക്ക് ആശ്വാസം കർണരസായനം പോലെ അനുഭവപ്പെട്ടു. ഈ ഭഗവാന്റെ ആശ്വാസവാക്ക് അവരുടെ ഹൃദയം തണുത്തു. എല്ലാവരും സ്വസ്ഥാനത്തിലേക്ക് തിരിച്ചുപോയി എന്നാണ്. വിഖ്യാതേ മഥുരാപുരേ. പിന്നെന്തേണ്ടായി? ആ വിഖ്യാതമായ മഥുരാപുരത്തിൽ അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഉള്ള ആ പുണ്യക്ഷേത്രത്തിൽ, ആ പുണ്യസ്ഥലത്ത്, ആ പുണ്യനഗരിയിൽ, അതാണ് മഥുരാപുരി. ശൂരൻ്റെ പുത്രനായ വസുദേവർ ധന്യാം ദേവകനന്ദനാം, ധന്യയായ ആ ദേവകൻ്റെ പുത്രി ദേവകിയെ വിവാഹം കഴിച്ചില്ലേ, അവൾ ധന്യാവാൻ കാരണം എന്താ? അങ്ങയുടെ അമ്മയാവാനുള്ള ഭാഗ്യം അവൾക്ക് ഉണ്ടായില്ലേ ഗുരുവായൂരപ്പ. അങ്ങനെ ആ ദേവകിയെ ശൂരരാജാവ് വിവാഹം കഴിക്കുന്നു. ആ കല്യാണം അത് വർണ്ണിക്കുകയാണ്, ഗംഭീരമായിട്ടുള്ള വിവാഹം. അവിടുന്ന് ഒരുങ്ങി ആ ദേവകി 200-ലധികം ദാസിമാർ കൂടെ സർവാഭരണ വിഭൂഷിതരായിക്കൊണ്ട് ചുറ്റും അങ്ങനെ ഭംഗിയിൽ വിവാഹം. 400 കൊമ്പനാനകൾ സ്വർണ്ണച്ചങ്ങല അണിഞ്ഞും കൊണ്ട് 10,000 കുതിരകൾ, ഇങ്ങനെയൊക്കെയാണ് ആ വിവാഹം. അതെത്ര കണ്ട് കേമായിട്ട് എന്നുള്ളതൊക്കെ ഭാഗവത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഉദ്വാഹാവസിതൗ തദീയ സഹജ കംസോധ സമ്മാനയന്നേതൗ സൂതതയാ ഗതഃ പഥിരഥേ വ്യോമോത്ഥയാ തുദ്ഗിര അസ്യാസ്ത്വാമതിദുഷ്ടമഷ്ടമസുതോ ഹന്തേതി ഹന്തേരിതഃ സന്ത്രാസാത് സതു ഹന്തുമന്തികഗതാം തന്വീം കൃപാണീമധാത്. ഉദ്വാഹാവസിതൗ, ദേവകി വസുദേവന്മാരുടെ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ പോണ സമയത്ത് സഹോദരനായ ആ കംസൻ, ദേവകിയുടെ ഏട്ടനാണ് കംസൻ, ആ കംസൻ നല്ലൊരു രഥം കൊടുത്തു ദേവകിക്ക്. അതിൻ്റെ തേരാളിയായിട്ട് നിൽക്കുന്നത് ആരാ? കംസൻ തന്നെ. നീ തേര് തെളിക്കാൻ ഒരു മോശക്കാരനാവണ്ട എന്ന് കരുതി കംസൻ തന്നെയാണ് തേര് തെളിക്കുന്നത്. എല്ലാവരും തന്നെ നോക്കണില്ലേ, തൻ്റെ വിനയം എല്ലാവരും കാണുന്നില്ലേ എന്നൊക്കെ ആര് ശ്രദ്ധിക്കുന്നുണ്ട്? കംസൻ നോക്കുന്നുണ്ട്. അങ്ങനെ ദേവകിയോട് സംസാരിച്ച് തമാശയൊക്കെ വസുദേവരോട് പറഞ്ഞ് അങ്ങനെ ദേവകി വസുദേവന്മാരെ സന്തോഷിപ്പിച്ചും കൊണ്ട് തേര് തെളിച്ചും കൊണ്ടിരിക്കുന്ന കംസൻ പെട്ടെന്ന് ആ ഒരു അശ്രീരി കേൾക്കുകയാണ്. എന്താ അശ്രീരി? അസ്യാസ്ത്വാം അതിദുഷ്ടമഷ്ടമസുതോ ഹന്തേതി. ഒരു ഭീകരമായ ശബ്ദം, ഇടിവെട്ടുന്നതിനേക്കാൾ ഭീകരമായ ഒരു ശബ്ദം. എന്താ കേട്ടത്? അസ്യാസ്ത്വാം, അസ്യാഹ അഷ്ടമസുതഃ ഹന്താ അതാണ്. ഇതി വ്യോമോത്ഥയാ ത്വദ്ഗിര. അസ്യാഹ എന്ന് പറഞ്ഞാൽ ഇവളുടെ, അഷ്ടമസുതഃ 8ാമത്തെ പുത്രൻ, ഹന്ത കൊല്ലും ആണ്. ഇങ്ങനെ അശ്രീരി കേട്ടു. ഹന്ത ആണ് കഷ്ടം എന്നർത്ഥം. അത് കേട്ട് ആകെ പേടിച്ചു കംസൻ. എന്നിട്ടോ സന്ത്രാസാത് സതു ഹന്തും അന്തികഗതാം തന്വീം കൃപാണീമഥാത്. തൻ്റെ കയ്യിലുള്ള ചമ്മട്ടിയും കടിഞ്ഞാണൊക്കെ വലിച്ചെറിഞ്ഞ് ദുഷ്ടൻ തേർത്തടത്തിലേക്ക് ചാടി മുരി പിടിച്ച വാള് തൻ്റെ അനുജത്തിയുടെ മുടിക്ക് പിടിച്ച് തലവെട്ടാനായിട്ട് പുറപ്പെട്ടു എന്നാണ്. ഗൃഹാനശ്ചികുരേഷു താം ഖലമതി ശൗരേശ്ചിരം സാന്ത്വനൈഃ നോ മുഞ്ചൻ പുനരാത്മജാർപ്പണഗിരാ പ്രീതോഥ യാതോ ഗൃഹാൻ. ഗൃഹാനശ്ചികുരേഷു, ആ മുടിക്കങ്ങോട്ട് പിടിച്ച് ആ ദുഷ്ടൻ, ഖലമതി ആ ദുഷ്ടൻ, ശൗരേശ്ചിരം സാന്ത്വനൈഃ, തൻ്റെ ആ വസുദേവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. തൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ ഭാര്യയുടെ ഏട്ടൻ, ആ പത്നിയുടെ ജ്യേഷ്ഠൻ കൊല്ലാൻ പുറപ്പെടുന്നു. കാല് പിടിച്ച് അപേക്ഷിച്ചു, കൊല്ലരുതേ കൊല്ലരുതേ എന്ന് പലവട്ടം പറഞ്ഞു. എന്നിട്ടും നോ മുഞ്ചൻ, വിടുന്നില്ല ഈ ദുഷ്ടൻ. അവസാനം എന്തു പറഞ്ഞു? പുനരാത്മജ അർപ്പണഗിരാ പ്രീതോധ. ഇവൾ കൊല്ലില്ലല്ലോ രാജാവേ, ഇവൾക്കുണ്ടാവുന്ന
8ാമത്തെ പുത്രൻ കൊല്ലുന്നല്ലേ പറഞ്ഞത്, എട്ടാക്കണ്ട, ഇവൾക്കുണ്ടാവുന്ന കുട്ടികളെ മുഴുവൻ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാം, ഇവളെ വെറുതെ വിടണേ എന്ന് പറഞ്ഞ സമയത്താണ് ആ കംസൻ ഒന്ന് അയഞ്ഞത്. പ്രീതോധ യാതോ ഗൃഹാൻ, അവരെ അവിടുന്ന് ആ തേരിന്ന് അങ്ങോട്ട് ഇറക്കി വിട്ടു. കംസൻ തേര് കൊടുക്കൊന്നും ഉണ്ടായില്ല, അവർ പിന്നെ ഓട്ടോറിക്ഷ വിളിച്ച് പോവുകയുണ്ടായത്. അങ്ങനെ ആ ദേവകി വസുദേവന്മാർ അവർ താമസിച്ചത് കാരാഗൃഹത്തിലായിരുന്നു പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു, ഗർഭിണിയായി, ഒരു ഉണ്ണി ഉണ്ടായി വസുദേവർക്കും ദേവകിക്കും. ആദ്യം ത്വത്സഹജം, ആദ്യത്തെ ഉണ്ണി ഗുരുവായൂരപ്പ അങ്ങയുടെ വല്യേട്ടൻ എന്നർത്ഥം. ആ മേൽപ്പത്തൂർ പറഞ്ഞത് അങ്ങയുടെ ആ വല്യേട്ടൻ, ആദ്യത്തെ ഉണ്ണി. ആദ്യം ത്വത്സഹജം തഥാർപ്പിതമപി സ്നേഹേന നാഹന്നസൗ ദുഷ്ടാനാമപി ദേവാ പുഷ്ടകരുണാദൃഷ്ടാഹി ധീരേ കഥാ. അങ്ങനൊരു ഉണ്ണിയുണ്ടായി. ആ വസുദേവരുടെ ആ ഒരു മനക്കട്ടി നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആ സത്യത്തിനോടുള്ള ആ ഒരു താല്പര്യം. പിഞ്ചു കുഞ്ഞ് ഇളം പൈതൽ ചൊകാന്നിരിക്കുന്നുണ്ട് ആ ഉണ്ണി. കണ്ണടച്ച് കൈ ചുരുട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്ന ആ ഉണ്ണിയെ ദേവകി പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ലാളിച്ചുകൊണ്ടിരിക്കുകയാണ്. മതി 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 ലാളിച്ചത്, ലാളിക്കും തോറും സ്നേഹം കൂടും. ഞാനാണ് വാക്ക് പറഞ്ഞത്, ഉണ്ടാവണ ഉണ്ണികളെ സമർപ്പിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് നിന്നെ ആ കംസൻ വെറുതെ വിട്ടത്. നീ ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നത് ഞാൻ ആ വാക്ക് പറഞ്ഞതുകൊണ്ടാണ്, അതുകൊണ്ട് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് ആ വസുദേവർ ആ ഉണ്ണിയെ വാങ്ങി കംസൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. വസുദേവർക്ക് ആ തൻ്റെ പറഞ്ഞ വാക്കിനോടുള്ള ആ ഒരു ഭാവം, നിഷ്ഠ നോക്കൂ. കംസൻ പോലും ഒന്ന് കുലുങ്ങിപ്പോയി എന്നാണ് ഈ വസുദേവരുടെ ആ ഒരു സമ്പ്രദായം, ആ ഒരു നിഷ്ഠ കണ്ടപ്പോൾ. സത്യമാണ് അദ്ദേഹത്തിന് മുഖ്യം. ആ ഉണ്ണിയെ കൊണ്ടുപോവുകയാണ് കംസന് കൊടുക്കാൻ. അങ്ങനെ ഗുരുവായൂരപ്പ അങ്ങയുടെ ഏട്ടനെ അങ്ങയുടെ അച്ഛൻ കൊണ്ടുപോയി ആർക്ക് കൊടുത്തു? ആ കംസന് കൊടുത്തു. എന്തേപ്പം ഉണ്ടായി എന്താണെന്നറിയില്ല. ചിലപ്പോഴൊക്കെ ദുഷ്ടന്മാർക്കും നല്ല സ്വഭാവം വല്ലപ്പോഴൊക്കെ ആയിട്ട് കാണിക്കാറുണ്ടല്ലോ, എപ്പോഴും ഇല്ല, വല്ലപ്പോഴൊക്കെ ആയിട്ട് ഇടയ്ക്കൊരു നല്ല സ്വഭാവം ദുഷ്ടന്മാർക്കും ഉണ്ടാവാറുണ്ട്. അതാവും അന്ന് ആ കംസൻ. ദുഷ്ടാനാമപി ദേവ പുഷ്ടകരുണാ ദൃഷ്ടാഹി ധീരേ കഥാ. അന്ന് കംസൻ നല്ല മൂടായിരുന്നു. ആ ഉണ്ണിയെ കണ്ടപ്പം കംസന് കൊല്ലാൻ തോന്നിയില്ല. എന്തൊക്കെ പറയണം, തൻ്റെ മരുമകനല്ലേ എന്ന് കരുതി തൻ്റെ അതേ ഛായ, അമ്മാമൻ്റെ ഛായ എന്നൊക്കെ വരുന്ന വഴിക്ക് ചില കൊണ്ടുപോകുന്ന സമയത്ത് അവിടുത്തെ അമ്മമാരൊക്കെ പറയുന്നുണ്ടേ ഈ ഉണ്ണിക്ക് അമ്മാമൻ്റെ ഛായ എന്ന്. അത് കംസൻ്റെ ചെവിയിലും കേട്ടു. കംസന് തോന്നി എന്തൊക്കെ പറഞ്ഞാൽ തൻ്റെ അനിയത്തിയുടെ മകനല്ലേ. തൽക്കാലം ആ ഉണ്ണിയെ കൊന്നില്ല. അശ്രീ പറഞ്ഞത് 8ാമത്തെ ഉണ്ണി കൊല്ലുന്നല്ലേ, 8ാമനെ മതി എനിക്ക് തരിക വസുദേവരെ, അതുവരെയുള്ളതിനെയൊക്കെ വളർത്തിക്കോളൂ എന്ന് പറഞ്ഞ് ഈ ഉണ്ണിയെ തിരിച്ചു കൊടുക്കുക ഉണ്ടായത്. താവത്വന്മനസൈവ നാരദമുനി പ്രോചേസ ഭോജേശ്വരം യൂയം നന്വസുരാഹ സുരാശ്ചയതവോ ജാനാസി കിം ന പ്രഭോ. അപ്പോഴേക്കും ത്വന്മനസൈവ നാരദമുനി, അങ്ങയുടെ ഇച്ഛ മനസ്സിലാക്കിയ നാരദ മഹർഷി ആ ഭോജേശ്വരൻ്റെ അടുത്തേക്ക് പോയി. ആരുടെ അടുത്ത്? ഭോജേശ്വരൻ കംസൻ. ആ കംസൻ്റെ അടുത്തേക്ക് ഓടി വന്ന് എന്ത് വിളിച്ചത്? പ്രഭോ എന്നാണ് വിളിച്ചത്. കംസനെ അങ്ങോട്ട് മുകളിൽ കയറ്റുകയാണ്. അല്ലയോ പ്രഭോ, യൂയം നന്നു അസുരാഹ, നിങ്ങളൊക്കെ അസുരന്മാരാണ്. കാലനേമി ആണ് അങ്ങ് കാലനേമിയാണ് പൂർവ്വജന്മത്തിൽ, ഇപ്പതാ കംസനായിട്ട് വന്നതാണ്. ഇതൊക്കെ മറന്നുപോയോ? ആ യാദവന്മാരൊക്കെ ദേവാംശജന്മാരാണ്, നിങ്ങളൊക്കെ അസുരാംശജന്മാരാണ്. അങ്ങ് ഇതൊക്കെ മറന്നുപോയതാണ്. മായാവീ സ ഹരി ഭവത് വധകൃതേ, ആ മായാവിയായിരിക്കുന്ന ഹരി, ആ വിഷ്ണു ഭഗവാൻ അങ്ങയെ വധിക്കാനായിട്ട് ദേവന്മാർ പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ അവതരിക്കുകയാണ്. സുരപ്രാർത്ഥനാദിത്യാകർണ്യദൂൻ അധൂധുനത് അസൗ ശൗരേശ്ച സൂനൂനഹൻ. അതങ്ങോട്ട് കേട്ടതും അസുരന്മാരെ വധിക്കാനായിട്ട് ഭഗവാൻ അവതരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടതും ആ ദേവകിയുടെ ഉണ്ണികളെ, അപ്പോഴേക്ക് 6 ഉണ്ണികളുണ്ടായിട്ടുണ്ട്, ആ 6 ഉണ്ണികളെയും ഈ ദുഷ്ടനായിട്ടുള്ള കംസൻ പിടിച്ചു വാങ്ങി കൊന്നു. പ്രാപ്തേ സപ്തമഗർഭതാം മഹിപതൗ ത്വത്പ്രേരണാൻ മായയാ നീതേ മാധവ രോഹിണീം ത്വമപി ഭോഃ സച്ചിത് സുഖൈകാത്മകഃ ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനഃ സുരൈഃ സത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ. പ്രാപ്തേ സപ്തമഗർഭതാം, 7ാമത്തെ ഗർഭം, 7ാമത്തെ ഗർഭം ധരിച്ചു ആ ദേവകീ ദേവി. അഹിപതി ആണ്, അഹിപതൗ, അഹി പറഞ്ഞാൽ സർപ്പം ആണ്. അപ്പോൾ അഹിപതി എന്ന് പറഞ്ഞാൽ
ആദിശേഷൻ. അഹിപതൗ എന്ന് പറയുമ്പോഴോ ആ സർപ്പരാജൻ ആദിശേഷൻ ദേവകിയുടെ 7ാമത്തെ ഗർഭം എന്ന അവസ്ഥയെ പ്രാപിച്ചു. ത്വത്പ്രേരണാന്മായയാ, അല്ലേ ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ പ്രേരണ കൊണ്ട് ആ ദേവകീ ഗർഭത്തെ ആ മായാഭഗവതി വസുദേവരുടെ തന്നെ ഒരു പത്നിയായ രോഹിണി, ആ രോഹിണി ഇപ്പം താമസിക്കുന്നത് നന്ദഗോപരുടെ അടുത്താണ്. നന്ദഗോപരുടെ പത്നി യശോദ, വസുദേവരുടെ സുഹൃത്താണ് നന്ദഗോപര്. ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ടായപ്പോൾ തൻ്റെ പത്നിയായ രോഹിണിയെ അവിടുന്ന് സ്ഥലം മാറ്റിയതാണ്. ആ രോഹിണിയുടെ ഗർഭത്തിലേക്ക് ആരെ മാറ്റി? ഈ അഹിപതിയെ, ഈ സംഘർഷണനെ അല്ലെങ്കിൽ ആ ബലരാമനെ മാറ്റി. ആര്? മായാഭഗവതി. ആരുടെ വാക്ക് കേട്ടിട്ട്? ആ വിഷ്ണു ഭഗവാന്റെ ഇച്ഛ മനസ്സിലാക്കിയിട്ട്. നീതേ മാധവ രോഹിണീം ത്വമഭിഭോഹോ. എന്നിട്ട് അങ്ങ് നേരെ ആ ദേവകിയുടെ ഗർഭത്തിലും പ്രവേശിച്ചു. ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാന സുരൈ. ആ ദേവന്മാരുടെ പ്രാർത്ഥന കേട്ട് ആ ദേവകിയെയും വസുദേവരെയും ആനന്ദിപ്പിക്കാൻ, ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് അങ്ങ് ആ ദേവകിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു. സത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹിമേ. ആ വേദന അനുഭവിച്ച ആ ദേവകി വസുദേവന്മാരെ രക്ഷിക്കാനായിട്ട് അവതരിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെയും ദുഃഖം ഇല്ലാണ്ടിയാക്കി എനിക്കും ഭക്തി തന്ന് എന്നെയും അനുഗ്രഹിക്കണേ എന്ന് മേൽപ്പത്തൂർ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് 37ാമത്തെ ദശകം അദ്ദേഹം ഭഗവാന്റെ പദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നത്. 38ാം ദശകത്തിൽ കൃഷ്ണാവതാരം. കൃഷ്ണാവതാരം മേൽപ്പത്തൂർ പാടി കേൾപ്പിക്കുകയാണ്. ആനന്ദരൂപ ഭഗവന്നയിതേ അവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദിയാം ആവൃണ്വതി വിരുചേ കില വർഷവേല. ആനന്ദമാണ് ആശ്രയിച്ചാൽ ഫലം. ഭഗവാന്റെ സ്വരൂപം തന്നെ ആനന്ദം. ഭാഗവത്തെ ആശ്രയിച്ചാലും നാരായണീയത്തെ ആശ്രയിച്ചാലും നമുക്ക് കിട്ടുന്നത് ആനന്ദം തന്നെയാണെന്ന് സൂചന. ഭഗവൻ ഐ തേ അവതാരേ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ അവതാര സമയത്ത് മേഘങ്ങൾ ഇതാ മുകളിൽ നീലമേഘശ്യാമളിനെ സൽക്കരിക്കാൻ വേണ്ടി അവർ ഒത്തുകൂടി മുകളിൽ അങ്ങനെ അവർ കൂട്ടിമുട്ടി അങ്ങനെ ശബ്ദം ഉണ്ടാവുന്നുണ്ട്. ഇടിവെട്ട് ഇടയ്ക്ക കൊട്ടും പോലെ തകിലുനാദസ്വരം മുകളിൽ, ചെറുതായിട്ട് മഴ. സജ്ജനങ്ങൾക്ക് ഈശ്വരകഥ കേൾക്കുമ്പം കണ്ണിന്ന് കണ്ണുനീര് വരുന്നത് പോലെ ഭഗവാന്റെ കാരുണ്യവർഷം, പലതരത്തിലായിട്ടുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഭക്തരുടെ ഹൃദയത്തിലേക്ക് കാരുണ്യത്തെ ചൊരിയുന്നവൻ. കാരുണ്യവർഷം, മഴ പെയ്താൽ പിന്നെ എന്ത് തീയ്, എത്ര വലിയ കാട്ടുതീയാണെങ്കിലും മഴ പെയ്താൽ തീരില്ലേ. ഇതുപോലെ ഭഗവാന്റെ ആ കാരുണ്യവർഷം അത് സൂചിപ്പിക്കാനായിട്ട് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. വർഷക്കാലം. ആനന്ദരൂപ എന്നാണ് അവിടെ വിളിക്കുന്നത് തന്നെ, ഗുരുവായൂരപ്പ എന്നല്ല, ആനന്ദരൂപ. അല്ലയോ ആനന്ദസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ, അങ്ങയുടെ അവതാര സമയത്ത് വർഷക്കാലം വന്നു. ഭഗവാന്റെ സ്വഭാവം കാരുണ്യവർഷം കാണിക്കാനായിട്ട് പ്രകൃതി മുഴുവൻ അങ്ങനെ അണിഞ്ഞൊരുങ്ങി ഭഗവാനെ വരവേൽക്കാൻ. പ്രാപ്തേ പ്രദീപ്ത ഭവദംഗനിരീയമാണൈ. ആകാശത്തിലുള്ള ആ കാർമേഘങ്ങൾ തിളങ്ങാണ്. അങ്ങയുടെ ഈ രൂപത്തിൽ നിന്ന്, അങ്ങയുടെ ഈ തിരുവുടലിൽ നിന്ന് പുറത്തേക്ക് പരക്കുന്ന തേജസ്സാണോ എന്ന് തോന്നും ആ മേഘങ്ങൾ കണ്ടാൽ. അങ്ങനെ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദിയാം ആവൃണ്വതി വിരുചേ കില വർഷവേല. ആശാസു ശീതളതരാസു പയോദതോയൈ ആശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു നൈശാകരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസീ. ആശാസു ശീതളതരാസു പയോദതോയൈ. ദിക്കെല്ലാം നല്ലപോലെ കുളിർത്തപ്പോൾ എന്നാണ്. തടാകങ്ങളിലൊക്കെ ശുദ്ധജലം അങ്ങനെ നിറഞ്ഞു, നദികളൊക്കെ അങ്ങനെ സ്വച്ഛമായിട്ട് ഒഴുകണു. ആ പാലാഴിനാഥനായിരിക്കുന്ന ഭഗവാൻ ഭൂലോകത്തേക്ക് വരുമ്പോൾ ഈ ഭൂമിയെ ഒരു പാലാഴിയാക്കി മാറ്റുകയാണോ പ്രകൃതി എന്ന് തോന്നും. ഭൂമിയെ മറ്റൊരു പാലാഴിയാക്കുന്നത് പോലെ. എങ്ങനെയത്? ചന്ദ്രൻ 16 കലകളോടെ അങ്ങോട്ട് ഉദിച്ചു. ഇന്നത്തെ ചന്ദ്രന് കളങ്കല്യ. ഭഗവാൻ വരില്ലേ, ചന്ദ്രവംശത്തിലല്ലേ ഭഗവാന്റെ അവതാരം. ചന്ദ്രൻ അങ്ങനെ പ്രകാശിക്കുകയാണ്. ആശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു നൈശാകരോദയ വിധൗ നിശിമധ്യമായാം.
അർദ്ധരാത്രി എന്നാണ്. നൈശാകരോദയ വിധൗ മധ്യമായാം നിശി, അർദ്ധരാത്രി ചന്ദ്രൻ ഉദിച്ച സമയത്ത് ത്രിജഗതാം ക്ലേശാപഹത്വം ഇഹ ആവിരാസി എന്നാണ്. എല്ലാ ലോകങ്ങളുടെയും ത്രൈലോക്യത്തിൻ്റെ ക്ലേശങ്ങളൊക്കെ ഇല്ലാതെയാക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് ഈ ലോകത്ത് വന്ന് അവതരിച്ചു. സജ്ജനങ്ങളൊക്കെ ആശിച്ച ആ കാലം വന്നു. അർദ്ധരാത്രി സമയം ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു. സകലരുടെയും ക്ലേശങ്ങൾ ദുഃഖങ്ങൾ ഇല്ലാണ്ടാക്കുന്ന ആ ആനന്ദസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ഇവിടെ അവതരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലും ഈ ഗുരുവായൂരപ്പൻ അവതരിക്കണം. ഇഹ, ഹൃദയത്തിൽ കൈവച്ച് പറയാൻ സാധിക്കണം. ഇഹ വിരാസീ. ബാല്യസ്പൃശാപി വപുഷാ ദധുഷാ വിഭൂതി ഉദ്യത് കിരീട കടകാംഗദഹാരഭാസ ശംഖാരിവാരിജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിതസൂതികേ. ആ ജയിലറയിൽ ആരും അറിയാതെ ഭഗവാൻ അവതരിച്ചു ദേവകീ വസുദേവന്മാരുടെ മുന്നിൽ. സജ്ജനങ്ങളൊക്കെ അറിഞ്ഞു കേട്ടോ. എല്ലാവരും അറിഞ്ഞില്ല പറയാൻ പറ്റില്ല, ആരും അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. ചിലരൊക്കെ അറിഞ്ഞു. സജ്ജനങ്ങളൊക്കെ അത് മനസ്സിലാക്കി എണീറ്റ് ഇരുന്ന് നാമം ജപിക്കുന്നു. കൃഷ്ണ 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 ജപിക്കുന്നുണ്ട്. ദുർജനങ്ങളാവട്ടെ, കംസൻ്റെ ഭൃത്യന്മാരാവട്ടെ, അവർ മത്സരിച്ച് കൂർക്കം വലിക്കുകയാണ്. അവരൊന്നും അറിഞ്ഞില്ല. ആ ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുകയാണ് ഇവിടെ. ഭഗവത് രൂപം വർണ്ണിക്കുകയാണ് 3-4 ശ്ലോകങ്ങളിലായിട്ട്. ബാല്യസ്പൃശാപി, ആ ഒരു കുഞ്ഞിക്കൃഷ്ണൻ, ഒരു നീലബാലൻ, ചുരുണ്ട കേശം, 4 വയസ്സ് പ്രായത്തിൽ. വപുഷാ ദധുഷാ വിഭൂതി ഉദ്യത് കിരീട കടകാംഗദഹാരഭാസ, നല്ല കിരീടം ചാർത്തി, തോൾവളകളണിഞ്ഞ്, ശംഖചക്ര ഗദാധാരിയായി, നീലമേഘശ്യാമളനായി, മഞ്ഞപ്പട്ടുടുത്ത് മനോഹരമായ ഭഗവാന്റെ ആ രൂപം അതാണ്. ബാല്യസ്പൃശാപി വപുഷാ ദധുഷാ വിഭൂതി ഉദ്യത് കിരീട കടകാംഗദഹാരഭാസ ശംഖാരിവാരിജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിതസൂതികേ. മനോഹരമായിട്ടുള്ള ഭഗവാന്റെ രൂപം, ചെന്താമര പോലുള്ള ഭഗവാന്റെ ആ ഉള്ളംകാല്, നീലനിറത്തിലുള്ള പുറങ്കാല്, പാദത്തിലണിഞ്ഞ മനോഹരമായിട്ടുള്ള പാദസരം, സ്വർണ്ണച്ചെപ്പോടം കമഴ്ത്തി വെച്ചതുപോലെ ശോഭിക്കുന്ന ഭഗവാന്റെ കാൽമുട്ട്, ഞൊറിഞ്ഞുടുത്ത മഞ്ഞപ്പട്ട്, അരയിൽ ചാർത്തിയ കിങ്ങിണി, താമര പോലുള്ള ഭഗവാന്റെ ഉദരം, വക്ഷസ്ഥലം, അതിൽ ശോഭിക്കുന്ന ശ്രീവത്സം എന്ന മറുക്, കഴുത്തിൽ ചാർത്തിയ കൗസ്തുഭരത്നം, തോൾവളകൾ, കയ്യിലണിഞ്ഞ സ്വർണ്ണവളകൾ, വിരലുകളണിഞ്ഞ മോതിരങ്ങൾ, 4 കൈകൾ, ശംഖ് ചക്രം ഗദ പത്മം, മനോഹരമായ ഭഗവാന്റെ കവിൾത്തടം, കാതിലണിഞ്ഞ മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങൾ, അതിൻ്റെ പ്രഭയിൽ ഭഗവാന്റെ കവിൾത്തടം അങ്ങനെ ശോഭിക്കുന്നു. ഭഗവാന്റെ മനോഹരമായ പുഞ്ചിരി, ആശ്രയിക്കുന്നവരുടെ സകല ദുഃഖങ്ങളും ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ തോന്നും ആ പുഞ്ചിരി. ചെന്തുണ്ടിപ്പഴം പോലുള്ള ഭഗവാന്റെ ചുണ്ട്, പവിഴം പോലുള്ള ഭഗവാന്റെ ആ അധരം, പുഞ്ചിരിക്കുമ്പോൾ ഭഗവാന്റെ ആ മുത്തുപല്ലുകൾ, മുല്ലമൊട്ട് പോലുള്ള ആ പല്ലുകൾ നമുക്ക് കാണാം. എള്ളിൻപൂ പോലുള്ള ഭഗവാന്റെ തിരുനാസിക, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ഭഗവാന്റെ ചെന്താമര പോലുള്ള ഭഗവാന്റെ കണ്ണുകൾ, കാരുണ്യമാകുന്ന സമുദ്രത്തിൽ നിന്ന് പൊന്തി വന്ന അല പോലെ ശോഭിക്കുന്ന ഭഗവാന്റെ പുരികം, നെറ്റിത്തടം, അതിൽ നീട്ടിവരച്ച ഗോപിക്കുറി, സുഗന്ധതൈലമൊക്കെ ഇട്ട് തടവിയ ഇടതൂർന്ന ചുരുണ്ട മുടി, ആ ശിരസിൽ ചാർത്തിയ സ്വർണ്ണക്കിരീടം, അതിലുള്ള രത്നങ്ങൾ, അതിൻ്റെ മുകളിൽ ചാർത്തിയ മയിൽപ്പീലി, ആ ഭഗവാന്റെ ദിവ്യമംഗള സ്വരൂപം. ഒരു 4 വയസ്സ് പ്രായം, ഒരു കുഞ്ഞിക്കൃഷ്ണൻ. ആ അച്ഛനും അമ്മയും കാണുകയാണ്. ഭാഗ്യവാന്മാരല്ലേ അവർ. ഇത്രയും കാലമായിട്ടുള്ള അവരുടെ ദുഃഖം, 6 ഉണ്ണികളാണ് മരിച്ചത്. 7ാമത്തെ ഉണ്ണി എവിടെ പോയി എന്നറിയില്ല. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന അവരുടെ ദുഃഖം മുഴുവൻ ഇല്ലാണ്ടാക്കിയും കൊണ്ട് ആനന്ദ സ്വരൂപൻ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് അവിടെ അവതരിച്ചു. വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ. ഭഗവാന്റെ ഹൃദയത്തിലുള്ള ലക്ഷ്മിയുടെ കടാക്ഷം, മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ. ആ ലക്ഷ്മി ദേവിക്ക് ലജ്ജ, ഭഗവാന്റെ മാടത്തിലുള്ള ലക്ഷ്മി ദേവിക്ക് ലജ്ജ. എന്തേലും ചോദിച്ചാൽ അച്ഛനും അമ്മയും ഉണ്ടല്ലോ അവിടെ, വസുദേവരും ദേവകിയുണ്ട് അവിടെ, തൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ലജ്ജിച്ചു. ഈ ലക്ഷ്മിയുടെ കടാക്ഷം കൊണ്ട് ആ കംസൻ്റെ കൊട്ടാരത്തിലുള്ള അലക്ഷ്മി, അലക്ഷ്മി പറഞ്ഞ അശ്രീകരങ്ങൾ മുഴുവൻ അടിച്ചു വാരിക്കൊണ്ടാണ് ആ ലക്ഷ്മി ദേവി പോണത്. മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ ഖലകംസകൃതാം അലക്ഷ്മീം ഉന്മാർജയന്നിവ വിരേചിത വാസുദേവ. ആ കംസൻ ഉണ്ടാക്കിയ അലക്ഷ്മി ആണ്. ആ കളങ്കം മുഴുവൻ
ഇല്ലാണ്ടാക്കിക്കൊണ്ട് ആ ലക്ഷ്മീദേവി അവിടെ വിരാജിച്ചു. വിരേജിത എന്ന് പറഞ്ഞാൽ വിരാജിച്ചു എന്നർത്ഥം. ശൗരിസ്തു ആ വസുദേവർ ശൗരിസ്തു ധീരമുനിമണ്ഡലചേതസോപി ദൂരസ്ഥിതം വപുരുദീക്ഷ്യ നിജേക്ഷണാഭ്യാം ആനന്ദബാഷ്പുളകോദ്ഗമഗദ്ഗദാർദ്രസ്തുഷ്ടാവ ദൃഷ്ടിമകരന്തരസം ഭവന്തം. ആ വസുദേവർ ആ ധീരമുനിമണ്ഡല ചേതസോപി ധീരന്മാരായ മുനിമാർക്ക് പോലും അപ്രാപ്യനായ ആ ഗുരുവായൂരപ്പനെ അങ്ങേ കണ്ണുകളെ കൊണ്ട് കോരി കുടിച്ചു. ആനന്ദബാഷ്പുളകോദ്ഗമ ഗദ്ഗദ ആർദ്രസ്തുഷ്ടാവ ഗദ്ഗദ കണ്ഠനായി ആനന്ദ കണ്ണീരൊഴുക്കി ദൃഷ്ടിമകരന്തര സംഭവന്തം കണ്ണിന് തേൻകുഴമ്പായ ആ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. ദേവപ്രസീദ പരപൂരുഷതാപവല്ലീ നിർലൂനിതാത്ര സമനേത്ര കലാവിലാസിൻ ഖേദാനപാകുരു കൃപാ ഗുരുഭിഃ കടാക്ഷൈഃ ഇത്യാദിതേന മുദിതേന ചിരം നുതോ ഭൂഃ ദേവ പ്രസീദ. പരപൂരുഷ അല്ലയോ പരമപുരുഷ പരബ്രഹ്മമൂർത്തിയായ ഭഗവാനെ അങ്ങ് പ്രസാദിക്കണേ. താപവല്ലീ നിർലൂനിതാത്ര സമനേത്ര കലാവിലാസിൻ ദുഃഖവള്ളി ഇറക്കുന്ന വാളുപോലെയുള്ള കടാക്ഷം ഉള്ളവനെ. ഖേദാൻ അപാകുരു കൃപാ ഗുരുഭിഃ കടാക്ഷൈഃ ഇത്യാദിതേന മുദിതേന ചിരം നുതോ ഭൂഃ. ഖേദാൻ അപാകുരു ദുഃഖങ്ങൾ മുഴുവൻ നീക്കി കളയണേ ഗുരുവായൂരപ്പ എന്നിപ്രകാരം ആ വസുദേവർ അങ്ങയെ സ്തുതിച്ചില്ലേ എന്നാണ്. മാത്രാച്ച അമ്മയാവട്ടെ അമ്മയുടെ സ്തുതി ആണ് ദേവകിയുടെ സ്തുതി. മാത്രാച്ച നേത്രസലിലാസ്തൃതഗാത്രവല്യ സ്തോത്രൈരഭിഷ്ടുത ഗുണ കരുണാലയസ്ത്വം പ്രാചീനജന്മയുഗളം പ്രതിബോധ്യതാഭ്യാം മാതുർഗിരാദധിത മാനുഷബാലവേഷം. മാത്രാച്ച നേത്രസലിലാസ്തൃതഗാത്രവല്യ അമ്മയുടെ ആ ആനന്ദാശ്രു കണ്ണെന്ന് വരുന്ന കണ്ണുനീര്. അമ്മ ദേവകിയും ആ ഭഗവാനെ സ്തോത്രൈഹി അഭിഷ്ടുതഗുണ കരുണാലയ ത്വം കേമായിട്ട് ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. അച്ഛനും അമ്മയ്ക്കും അവരുടെ ആ കഴിഞ്ഞുപോയ രണ്ട് ജന്മങ്ങളിലുണ്ടായ കാര്യമൊക്കെ വിവരിച്ച് ബോധ്യപ്പെടുത്തി ആ അമ്മയുടെ അപേക്ഷ അനുസരിച്ച് മാതുർഗിരാദധിത മാനുഷബാലവേഷം അമ്മയ്ക്ക് പേടി. അമ്മയൊന്ന് നോക്കിയാ ഭഗവാൻ. ആ നോട്ടത്തിൽ ആ അമ്മയുടെ സകല ദുഃഖങ്ങളും എന്താ അലിഞ്ഞില്ലേണ്ടിയായി. അമ്മ കാത്തിരിക്കുകയായിരുന്നു. ഇളം പൈതലായി ഇയാളെ കിട്ടാൻ, നിവേദ്യം സമർപ്പിക്കാൻ, പാല് കൊടുക്കാൻ മോഹിക്കുകയാണ്. അതുകൊണ്ട് ഉണ്ണി ഈ രൂപത്തിൽ പറ്റില്ല, അങ്ങനെ ശംഖചക്ര ഗദാധാരിയിട്ടിരുന്നാൽ വയ്യ, മാനുഷബാലവേഷം നീ ഈ രൂപം മാറ്റൂ. സാധാരണ മനുഷ്യക്കുട്ടിയായിട്ട് മാറിയാൽ ആ ഗുരുവായൂരപ്പൻ. ത്വത്പ്രേരിത തദനു നന്ദതനൂജയാതേ വ്യത്യാസമാരചയിതും സഹിശൂരസൂനു ത്വാം ഹസ്തയോരധൃതചിത്തവിധാര്യമാര്യൈഃ അംഭോരുഹസ്ഥകളഹം സകിശോരരമ്യം. ത്വത്പ്രേരിത അങ്ങ് പ്രേരിപ്പിച്ചിട്ട്, അങ്ങയുടെ പ്രേരണയാൽ ആ അച്ഛൻ്റെ ഉള്ളിൽ വസുദേവയുടെ ഉള്ളിൽ തോന്നിപ്പിച്ചു, പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റണം. എവിടെ കൊണ്ടുപോകണം? ആ ഗോകുലത്തിൽ അവിടെ യശോദ പ്രസവിച്ചിട്ടുണ്ട് പെൺകുട്ടി മായാഭഗവതി. അവിടെ എന്നെ കൊണ്ടുപോയി കിടത്തിയിട്ട് ആ പെൺകുട്ടിയെയും കൊണ്ട് ഇങ്ങോട്ട് വരണം. നന്ദതനൂജയാതേ വ്യത്യാസം ആരചയിതും. നന്ദതനൂജയാ തേ വ്യത്യാസം ആരചയിതും. നന്ദഗോപരുടെ മകളുമായിട്ട് ഒരു വെച്ചുമാറ്റത്തിന് ഒരുങ്ങി ഭഗവാന്റെ പ്രേരണ അനുസരിച്ചിട്ട്. ത്വാം ഹസ്തയോരധൃത ചിത്തവിധാര്യം ആര്യൈരംഭോരു ഹസ്തകളഹംസ കിശോരരമ്യം. യോഗീശ്വരന്മാർക്ക് മനസ്സുകൊണ്ട് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. ആ പരബ്രഹ്മത്തെ വസുദേവരിത കൈകൊണ്ടെടുത്തില്ലേ. വലിയ താമരപ്പൂവിൽ നിന്നൊരു കളഹംസ ശിശു, ഒരു അരയന്നക്കുട്ടി, അതങ്ങനെ മെല്ലെ മെല്ലെ നീന്തി ഒരു താമരയിൽ കയറിയിരുന്നു. ഇരുന്ന സമയത്ത് തോന്നി തരക്കേടില്ല, നല്ല ഭംഗിയുള്ള താമര, നല്ല സൗകര്യമുള്ള താമര എന്ന് തോന്നി. അതിൽ തന്നെ ചുരുണ്ടൊതുങ്ങി അങ്ങനെ കിടന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെ ആ വസുദേവരുടെ വലിയ കൈകൾ, ചെന്താമര പോലെയുള്ള കൈകളിൽ ആ അരയന്ന കുഞ്ഞിനെ പോലെ ആ കൃഷ്ണൻ ചുരുണ്ടുകൂടി അങ്ങനെ കിടന്നു. രണ്ട് കൈകളിലുമായി ആ കളഹംസ ശിശുവിനെ എടുത്തു പോണതുപോലെ ആ വസുദേവർ
തൻ്റെ മാറോട് ചേർത്ത് ശീവേലിക്കൊക്കെ ഗുരുവായൂരപ്പൻ എഴുന്നള്ളിക്കില്ലേ, ഇതുപോലെ അങ്ങനെ കൊണ്ടുപോവുകയാണ്. കാരാഗൃഹത്തിൽ നിന്ന് ആ ചങ്ങലയൊക്കെ അഴിഞ്ഞു, കാരാഗൃഹം തുറന്നു, പുറമേക്കിറങ്ങി. കംസൻ പറഞ്ഞയച്ച ഭൃത്യന്മാരൊക്കെ നല്ല ഉറക്കാണ്. മുന്നോട്ട് പോയി. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടല്ലോ. ആ അനന്തൻ കുട പിടിച്ചു കൊടുത്തു. മെല്ലെ 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 നടക്കാൻ തുടങ്ങി. ജാതാ തഥാ പശുപസത്മനിയോഗ നിദ്രാ വിമുദ്രിതമഥാകൃത പൗരലോകം ത്വത്പ്രേരണാത് കിമിഹ ചിത്രമചേതനൈര്യത് ദ്വാരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഢം. അവിടെ എന്തുണ്ടായി? ഗോകുലത്തിൽ മായാഭഗവതി അവതരിച്ചു, നന്ദഗോപരുടെ കുട്ടിയായിട്ട്. യോഗനിദ്ര ആണ്. അവിടെയുള്ളവർ മുഴുവൻ ഉറങ്ങുകയാണ്. യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. എല്ലാവരുടെ ഉള്ളിലും നിദ്രയായിട്ടിരിക്കുന്നത് ഈ ഭഗവതിയല്ലേ. നല്ലോണം അങ്ങോട്ട് പ്രസാദിച്ചു. ആ അമ്പാടിയിലുള്ളവരൊക്കെ നല്ല ഉറക്കം ആണ്. കാരണം ഇപ്പം വസുദേവർ ഭഗവാനെയും കൊണ്ടുവരും. അതാരും അറിയരുത്, ഈ വെച്ചുമാറ്റം ആരും അറിയരുതെന്ന് കരുതി ദേവി നല്ലോണം കണ്ട് അനുഗ്രഹിച്ചു. അവിടെയുള്ളവരൊക്കെ നല്ല ഉറക്കം. ത്വത്പ്രേരണാത് കിമിഹ ചിത്രമചേതനൈര്യത് ദ്വാരൈ സ്വയം വ്യഘടി സംഘടിതൈ സുഗാഢം. ഇവിടേക്ക് വസുദേവർ ആ ഉണ്ണിയും കൊണ്ട് വരികയാണ്. ശേഷേണ ഭൂരിഭണവാരിതവാരിണാഥ സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന. പോണ സമയത്ത് അനന്തൻ തൻ്റെ ഭണം അങ്ങോട്ട് വിടർത്തി. പിന്നിൽ അതിൻ്റെ മുകളിൽ രത്നങ്ങൾ നല്ലോണം പ്രകാശിക്കുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചമില്ലാത്ത പ്രശ്നമൊന്നുമില്ല. അനന്തൻ കുട പിടിച്ചു. രത്നങ്ങൾ ശിരസിൽ നേർവഴി കാണിച്ചു കൊടുക്കുന്നു വെളിച്ചം കൊണ്ട്. അങ്ങനെ കുടയും വളക്കും പിടിച്ച് അങ്ങനെ ആദിശേഷൻ ആ ഉണ്ണിയെ ചേർത്ത് മാറോട് ചേർത്ത് പിടിച്ചും കൊണ്ട് വസുദേവരും സ്വൈരം പ്രദർശിത പഥോ മണിദീപിതേന ത്വാം ധാരയൻ സഖലു ധന്യതമ പ്രതസ്ഥേ സ്വയം ത്വമീശ മമ നാശയ രോഗവേഗാൻ. ആ പോകുന്ന വഴിയൊക്കെ പൂമെത്ത ദേവന്മാർ, പൂക്കൾ, പുഷ്പവൃഷ്ടി. സുഖമായിട്ട് നടന്ന് ആ ഉണ്ണിയെയും മാറോട് ചേർത്ത് ഭക്തിയോടെ ആ വസുദേവർ കൃഷ്ണനെയും കൊണ്ട് ആ ഗോകുലത്തിൽ എത്തുകയാണ്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ ഈ രോഗത്തിൻ്റെ തീവ്രത ഒന്ന് കുറച്ച് തരണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് ആ 38-ാം ദശകം ഗുരുവായൂരപ്പൻ്റെ പാതാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നത്. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.